വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ രാവിലെ ഉരുളക്കിഴങ്ങ് കറിയും ഇടിയപ്പവും ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങും സവാളയും കൂടെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തമ്പനയിൽ നിങ്ങൾ കണ്ടു കാണും, അപ്പോൾ കുട്ടികൾക്ക് കെമിക്കലില്ലാത്ത ആഹാരം കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിപ്പോൾ പറയുന്നത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ കുറേ സമയം എടുക്കുമെന്ന് കരുതിയിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ ഇപ്പോൾ പുതിയൊരു ഇതൊക്കെ ഇറങ്ങിയല്ലോ, ഇടിയപ്പം കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റിനകത്ത് റെഡിയാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ എത്രത്തോളം നല്ലതാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ തന്നെ വെച്ച് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരം വീട്ടിലൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. കുട്ടികൾക്ക് ആരോഗ്യം എങ്ങനെയാവുമെന്നൊന്നും നമുക്കറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിന് ഞാനിവിടെ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ആദ്യമേ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് അരിമാവിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും അതിലോട്ട് ഒഴിച്ചൊന്ന് ഇളക്കിയെടുക്കണം. വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഒഴിക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാതെ അടുപ്പിൽ വെച്ചിട്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇതിലോട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട്, എങ്കിലും ഞാനിങ്ങനെ ഒന്ന് രാവിലെ വീഡിയോ എടുത്തപ്പോൾ അതിങ്ങനെ ഒന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ വോയിസ് ഇടുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ മാവൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂട് മാറുന്ന സമയത്ത് നമുക്ക് സവാള ഒക്കെ അരിഞ്ഞെടുക്കാം. സവാളയും ഉരുളക്കിഴങ്ങും ഒക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ കുക്കറിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. രാവിലെ മക്കൾ 2 പേരും ഖുറാൻ ക്ലാസ്സിന് പോയിട്ട് 7:30 ആകുമ്പോൾ എത്തും. അപ്പോൾ നമ്മൾ അതിനകത്ത് അവർക്ക് കൊണ്ടുപോകാനും കഴിക്കാനും ഒക്കെ ആയിട്ടുള്ളത് ആക്കിയെടുക്കണം. അപ്പോൾ രാവിലെ ഇടിയപ്പം തന്നെയാണ് ഉച്ചത്തേക്കും കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ ഇത് ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകണ്ട. അപ്പോൾ ഞാൻ അതിനായിട്ട് കുക്കർ അടുപ്പിൽ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കടുക്, കരിവേപ്പില, മുളകൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമ്മൾ സവാള അതിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. 1 സ്പൂൺ ഞാൻ അരച്ചത് ഉണ്ടായിരുന്നു, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതെടുത്തിട്ടതാണ് കേട്ടോ. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തു. ഉരുളക്കിഴങ്ങ് നമ്മൾ അതിലോട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ പൊടി ഐറ്റംസൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ ഗരം മസാല പൗഡർ ഉണ്ടെങ്കിൽ അതിടാം. പിന്നെ പെരുംജീരക പൊടിയാണ് കേട്ടോ ഞാൻ ഇട്ടത്. ഗരം മസാല പൗഡർ ഇല്ലാത്തതുകൊണ്ട് ശകലം ഒരു 2 ചെറിയ പട്ട കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഇല ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇട്ട് വെച്ച് നമ്മൾ കുക്കറൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഒരു 2-3 വിസിലാകുമ്പോഴത്തേക്കും നമ്മൾ ഉരുളക്കിഴങ്ങ് കറി റെഡിയാവും. അപ്പോഴേക്കും മാവിൻ്റെ ഒരു ചൂടൊക്കെ മാറിയപ്പോഴത്തേക്കും ഞാൻ ആ മാവൊക്കെ ഒന്ന് നന്നായിട്ട് കൈ കൊടുത്തൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറിയും ഒക്കെ റെഡിയായി വരുന്നു. അപ്പോൾ നമ്മൾ സേവനാഴിയിലോട്ട് മാവൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി അടുത്ത തട്ടിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ വീഡിയോസ് എല്ലാം കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകണ്ട. അപ്പോൾ ഇതിന് മുന്നേ നമ്മളിട്ട വീഡിയോസൊക്കെ എല്ലാവരും നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്. എല്ലാവരുടെയും സപ്പോർട്ടിനും എല്ലാത്തിനും നല്ല താങ്ക്സ്. അപ്പോൾ ഞാൻ ഏതാണ്ട് നമ്മുടെ ഇടിയപ്പമൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. ഇത് ചെറിയൊരു ഇടിയപ്പ തട്ട് പാത്രമാണ്. ഒരു 2 തട്ടേ അതിൽ നിൽക്കത്തുള്ളൂ. എങ്കിലും ഞാൻ ആ ഒരു വരണേനകത്ത് 2 സ്റ്റെപ്പ് കുക്ക് ചെയ്തെടുക്കും. നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഉള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പിള്ളേർക്ക് ഗ്രേവി മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇടിയപ്പവും കറിയൊക്കെ റെഡിയായി. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.